നിറച്ച് തീരുന്നതിൻ്റെ ഏതാനും സെക്കൻഡ് മുമ്പ് ഈ കുഴിയിൽ തീ ഇറങ്ങി ഇത് തോട്ട പൊട്ടി. ഒരു 10 വചനം കാണാതെ പഠിക്കാനായിട്ട് ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ചൊല്ലി നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു വചനം പോലും മനസ്സിൽ തങ്ങി. മരണത്തിൽ നിന്ന് ദൈവമാണ് എന്നെ കൈ പിടിച്ച് സംരക്ഷിച്ചതെന്നാണ് ഞാൻ ആകെ ചിതറി പീസായി കഷ്ണമായി പാറകൾക്കിടയിൽ. യേശുക്രിസ്തു തന്റെ സുവിശേഷ പ്രസംഗം ആരംഭിച്ചത് സെബലൂൺ നഫ്താലി പ്രദേശങ്ങളിലൂടെയാണ്, അതായത് വിദ്യാർത്ഥിയർ അധിവസിക്കുന്ന സ്ഥലങ്ങളിൽ. ജനിച്ചു വീണപ്പോൾ സാധാരണ എല്ലാവരെയും പോലെ തന്നെയായിരുന്നു വക്കച്ചൻ ചേട്ടൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന വർഗീസ് തുണ്ടത്തിലും. എന്നാൽ ജീവിതം മാറ്റിമറിച്ചത് 10 വർഷം മുമ്പാണ്. സ്വന്തം ക്വാറിയിലുണ്ടായ ഒരപകടം അദ്ദേഹത്തെ പൂർണ്ണ അന്ധനാക്കി മാറ്റി. പക്ഷെ വിധിയെ തോൽപ്പിച്ച വക്കച്ചൻ ചേട്ടൻ എന്ന വലിയൊരു സുവിശേഷ പ്രഘോഷകനായി മാറിയിരിക്കുന്നു. ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി കത്തീഡ്രൽ പള്ളി ഇടവകാംഗമാണ്. എൻ്റെ പേര് വർഗീസ് തുണ്ടത്തിൽ എന്നാണ് വീട്ടുപേര്. ഞാൻ ഇപ്പോൾ ഈ താമരശ്ശേരിക്ക് താമസം ആക്കിയിട്ട് 8 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ജനിച്ചു വളർന്നതൊക്കെ വയലട എന്ന സ്ഥലത്താണ്. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരൻ ഒരു മനുഷ്യനാണ്. ഒരു സാധാരണ ഒരു മീഡിയം വിദ്യാഭ്യാസമൊക്കെയുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഈ നാടിനെയും നാട്ടുകാരെയും സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രവൃത്തിക്കപ്പുറത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഏറ്റവും പ്രഭാതത്തിൽ 3 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ജപമാല ചൊല്ലും, ബൈബിള് ഉറക്കെ വായിക്കും. അങ്ങനെ 5 മണി വരെ മിക്കവാറും ദിവസങ്ങളിൽ ഉണർന്ന് ഞാനും എൻ്റെ മാതാപിതാക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കും. അത് ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ശബ്ദത്തിൽ ഉറക്കെയാണ് പ്രാർത്ഥിക്കുക. ഞാൻ വയലടയോ അങ്ങാടിയുടെ അടുത്താണ് താമസിക്കുന്നത്. അങ്ങാടി മൊത്തം കേൾക്കുന്ന രീതിയിൽ, അതായത് എൻ്റെ പ്രദേശം നല്ല ശബ്ദം എനിക്കുണ്ട്. ഞാൻ ആ ശബ്ദത്തിലാണ് നന്മ നിറഞ്ഞു പറയുമായാലും സങ്കീർത്തനങ്ങളായാലും എല്ലാം പ്രാർത്ഥിക്കും. 5 മണി വരെ വളരെ ഉറക്കെ എൻ്റെ നാടിനെ മുഴുവനും സമർപ്പിച്ച് എൻ്റെ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ നാട്ടിലുള്ളവരുടെ മുന്നേറ്റത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് തീക്ഷ്ണമായി അങ്ങനെ ഉറക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. അതായത് ഞാൻ ഈ കോറിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കോറിയുടെ പ്രവർത്തനം സജീവമായിട്ട് ഞാൻ തന്നെ നടത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ കോറി മറ്റൊരാൾക്ക് കൈമാറി. അത് അവർക്ക് കൈ ഏൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ പണിക്കാരെ സഹായിക്കാനായിട്ട് കോറിയിൽ പോയി ഒരു കുഴി നിറച്ച് കൊടുത്ത് മടങ്ങി പള്ളിയിൽ കൊന്തയുടെ സമയമാണ്, ജപമാലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ കുഴി നിറച്ച് കൊടുക്കാൻ പോയതാണ്. അപ്പോൾ യാദൃശികമായിട്ട് ഈ നിറച്ച് തീരുന്നതിൻ്റെ ഏതാനും സെക്കൻഡ് മുമ്പ് ഈ കുഴിയിൽ തീ ഇറങ്ങി ഇത് തോട്ട പൊട്ടി. അത് ഞാൻ അപകടത്തിൽപ്പെട്ടു. അതായത് ഞാനിങ്ങനെ കുഴി നിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പൊട്ടുന്നത്. അപ്പോൾ അതോടുകൂടി എൻ്റെ 2 കണ്ണിൻ്റെ കാഴ്ച അത് അവസാനമായിരുന്നു. പിന്നെ ഒരിക്കലും എനിക്ക് ഒന്നും കാണാനാകുന്നില്ല. എൻ്റെ അടുത്തുള്ള ആളുകളെ കൈപിടിച്ചുകൊണ്ട് എൻ്റെ തലയ്ക്ക് പരിക്ക് പറ്റി, കൈക്ക് പരിക്ക് പറ്റി, രക്തമൊലിച്ച്, കണ്ണിൽ നിന്നും ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ച്, കുറേ കല്ലുകളെല്ലാം ചീളുകൾ തെറിച്ചു. പക്ഷേ ഈ കല്ലുകൾക്കിടയിൽ ഞാൻ ആകെ ചിതറി പീസായി കഷ്ണമായി പാറകൾക്കിടയിൽ തെറിച്ചു പോകേണ്ടടുത്തുനിന്നാണ് ഞാൻ ഈ ചെറിയ പരിക്കുള്ള രക്ഷപ്പെട്ടത്. ഈ അപകടം പറ്റി ചേട്ടന് കണ്ണിന് കാഴ്ച പോയത് 2015 ഒക്ടോബർ 10-നാണ്. ഒത്തിരി വിഷമമുള്ള ഒരു സമയമായിരുന്നു അത്. കാഴ്ച പോയി ഇനി ഒരിക്കലും കാഴ്ച കിട്ടിയല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ വിഷമം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലാത്തായിരുന്നു. ഇനിയിപ്പം ഞങ്ങളെ ആരെയും കാണാൻ സാധിക്കുകയല്ലോ എന്ന് ഓർത്തപ്പോൾ ഉള്ളൊരു വിഷമം അത് ഭയങ്കരമായിരുന്നു. എന്നാൽ ഞാൻ മരണത്തിൽ നിന്ന് ദൈവമാണ് എന്നെ കൈ പിടിച്ച് സംരക്ഷിച്ചതെന്നാണ് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നത്. കാരണം അവിടെ അതുപോലെയുള്ള കോറി പൊട്ടിക്കഴിഞ്ഞാൽ ആ കല്ലുകൾ 1.5 ലോഡ് കല്ല് പൊട്ടി വീഴുമ്പോൾ അതിൽ ഞാൻ ഈ പീസായി പോകേണ്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കൈപിടിച്ചു കൊണ്ടുവന്നു. വേഗം ആശുപത്രി കൊണ്ടുപോയി. പിന്നെ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവർ കണ്ണൊന്ന് പരിശോധിക്കുകയോ കഴുകുകയോ ഒക്കെ ചെയ്തു. പക്ഷേ അവിടെ ഒരു പിഴവ് പറ്റിയത് എന്നാന്ന് വെച്ചാൽ അവിടെ നിന്നൊരു ഇഞ്ചക്ഷൻ എടുത്തില്ല. അതായത് എന്താ പറയുന്നത്, അതിനൊരു താൽക്കാലികം ചെയ്യാൻ പറ്റുന്നൊരു ഇഞ്ചക്ഷൻ അതിനെടുത്തിരുന്നെങ്കിൽ ഈ പഴുപ്പ് ഇങ്ങനെ കയറിയല്ലായിരുന്നു കണ്ണിന്. അത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നതാണ്. അരവിന്ദ് ആശുപത്രിയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. രാത്രി തന്നെ പോയി.
അവിടെ ഒരു 8 മണിയായപ്പം കോയമ്പത്തൂരെത്തി. അവിടെ ചെന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ച് കണ്ണുകളെല്ലാം നോക്കി മരുന്നെല്ലാം ചെയ്തു. പക്ഷേ 2 കണ്ണിൻ്റെയും റെട്ടിന നഷ്ടപ്പെട്ടു പോയി. കാഴ്ച ഇനി ഒരിക്കലും കിട്ടിയാലാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ പിന്നെ ഒരിക്കലും എനിക്ക് കാഴ്ച കിട്ടിയാലായി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അത് എനിക്ക് ഒരുവരെ താങ്ങാൻ പറ്റാത്തതിലൊരു വളരെ ദുഃഖമാണ്. ഒരുപക്ഷെ മാനസികമായ വിഭ്രാന്തിയിലേക്ക് പോയേക്കുമോ എന്ന് പോലും ഭയപ്പെട്ടു. ഒരിക്കലും കാഴ്ച കിട്ടിയാലെന്ന് പറഞ്ഞപ്പോൾ ചികിത്സ കുറേ നാളങ്ങനെ ചികിത്സ തുടർന്നുകൊണ്ടിരുന്നു. കണ്ണിനും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മരുന്നെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആ വിഷമസ്ഥിതിയിലൊക്കെ ഇരുന്ന് സുവിശേഷം പറയാനൊക്കെ ആയിട്ട് ഇറങ്ങി തുടങ്ങിയപ്പം പിന്നെ ആ വിഷമം അത് നമ്മളങ്ങോട്ട് എന്താ പറയുക, വീട്ടിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയ ജീവിതത്തെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വചനങ്ങൾ കൊണ്ട് ചലനാത്മകമാക്കാൻ ഹൃദയത്തിൽ നിന്നും വലിയ പ്രചോദനമുണ്ടായി. അങ്ങനെ ഭാര്യയും മക്കളും വചനം വായിച്ച് കേൾപ്പിക്കാൻ ആരംഭിച്ചു. ഓരോ വചനവും ആവർത്തിച്ച് പറഞ്ഞ് മനഃപ്പാടമാക്കാനുള്ള ശ്രമവും അതോടൊപ്പം തുടങ്ങി. ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ, കോയമ്പത്തൂർ ആശുപത്രിയിലായിരിക്കുമ്പോൾ തന്നെ വചനം വായിച്ചു തരാനായിട്ട് ഭാര്യയോട് പറഞ്ഞു. ഭാര്യയോട് വായിച്ചു തന്നു. ഈ വചനം വായിക്കുമ്പോൾ ആ വചനത്തിന് ഭയങ്കര മാധുര്യം അനുഭവപ്പെട്ടു. വചനം വായിക്കാനുള്ള ഭയങ്കര ഒരു താല്പര്യം അതുവഴി എന്നിൽ രൂപപ്പെടുന്നത് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവും ആയിരിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവും ആയിരിക്കും. അതായത് കാഴ്ച പോകുന്നതിന് മുമ്പ് ഒരു 10 വചനം കാണാതെ പഠിക്കാനായിട്ട് ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ചൊല്ലി നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു വചനം പോലും മനസ്സിൽ തങ്ങി നിന്നിട്ടില്ല. പക്ഷേ അതിന് ശേഷം വായിച്ചു തന്ന വചനങ്ങളെല്ലാം ഞാൻ മനസ്സിൽ പഠിച്ചു വെച്ചു. 400-400ൻ്റെ മുകളിൽ വചനം കാണാതെ ഹൃദ്യസ്ഥമാക്കി പഠിച്ചു. എക്കാലവും ഒരുമയിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്ന നമുക്ക് നമ്മുടെ ആ സ്നേഹവും ഐക്യവും ഒരുമയും ഊട്ടി ഉറപ്പിക്കാം. വിദ്വേഷത്തിൻ്റെ ഒരു തരിമതി അത് വലിയ കനലായി കത്തിപ്പടർന്ന് വലിയ നാശം വിതയ്ക്കാൻ, അത് നമ്മുടെ അയൽ സംസ്ഥാനമായ മണിപ്പൂരിൽ അരങ്ങേറിയത് നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. 10-60 പേരോളം ഇന്ന് വളരെ സജീവമായി എപ്പം വിളിച്ചാലും നമ്മുടെ കൂടെ 4-5 പേര്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ജീപ്പും ഉണ്ട്, ഒരു കാറും ഉണ്ട്. അത് കൂടുതൽ ആളുണ്ടെങ്കിൽ 2 വണ്ടി എടുക്കും. 2 വണ്ടിക്കും പോകാനുള്ള ആൾ എപ്പം വിളിച്ചാലും നമ്മുടെ കൂട്ടത്തിൽ വരാൻ പോലെ ദൈവം ഒരുക്കി പാകപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ 2 വർഷമായിട്ട് വക്കൻ ചേട്ടൻ്റെ കൂടെ ഡ്രൈവറായിട്ട് പോകുന്നു. അദ്ദേഹത്തിന് ഞങ്ങളോട് വലിയ സ്നേഹവും കരുതലും ഒക്കെയാണ്. ഞങ്ങളിവിടുന്ന് പോകുന്ന ആ സമയം മുതൽ ഞങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പോകുന്ന സ്ഥലം എവിടെയാണോ അവിടം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ എവിടെ വചനം പറയണമെന്ന് അദ്ദേഹത്തിന് നല്ല ശ്രദ്ധയാണ്. എവിടെ പോകണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിയാം. അത് ചെല്ലുന്ന സ്ഥലവും വെക്കേണ്ട സ്ഥലവും എല്ലാം കൃത്യമായി പറഞ്ഞു തരും. നമ്മൾ കണ്ണുകൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന കൂടുതൽ അദ്ദേഹം കാണാതെ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വക്കഞ്ഞാനെ ചെറുപ്പം മുതലേ അറിയും. ഞങ്ങൾ അന്നൊരു ഇടവകയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ കുപ്പായിക്കോട് മാറി. ഞാനും ഈശോയെ അറിഞ്ഞ കാലം മുതൽ എനിക്കൊരു ഭയങ്കര സന്തോഷവും ഒരു ജ്വരമൊക്കെ ഉണ്ടായിരുന്നു, മറ്റുള്ളവരോട് പങ്കുവെക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പള്ളിയിൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വക്കഞ്ഞേട്ടൻ എന്നോട് പറഞ്ഞ, ഞാൻ തെരുവിൽ സുവിശേഷം പറയാൻ പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ എന്നോടൊപ്പം പോരുന്നോ എന്ന് ചോദിച്ചു. അതോടൊപ്പം ഞാൻ 1 വർഷത്തോളം മുകളിലായി ഞാൻ വക്കഞ്ഞാൻ്റെ കൂടെ പോകാറുണ്ട്. തെരുവിൽ സുവിശേഷം അദ്ദേഹം പറയുമ്പോൾ കൂടെ സഹകരിക്കാനും പിന്നെ സുവിശേഷം പറയാനൊക്കെ തുടങ്ങി. വക്കഞ്ചേട്ടൻ എപ്പം വിളിച്ചാലും ഞാൻ വക്കഞ്ചേട്ടൻ്റെ അടുത്ത് പോവുകയും വചനസമാസ വിതരണം നടത്തുകയും എൻ്റെ അനുഭവസാക്ഷി പറയുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പ്രോത്സാഹനമുണ്ട്. അവരാരും എതിർക്കുന്നില്ല. വക്കഞ്ചേട്ടൻ അവിടെ നിന്ന് തെരുവിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. ആ വിളി കേട്ട് വക്കഞ്ചേട്ടൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുകയും
എടുക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചത്. അതുപോലെ ദൈവം തന്ന വചനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളൊരു ബോധ്യത്തിൽ കടന്നു പോകുന്നുണ്ട്. തെരുവിൽ വചനം പറയാൻ വേണ്ടി കർത്താവ് നിയോഗിച്ചു. മക്കഞ്ചേട്ടൻ വിളിച്ചപ്പോൾ മക്കഞ്ചേട്ടൻ്റെ കൂടെയും അങ്ങനെ തെരുവിലൊക്കെ പോകാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ്. പറയാനൊന്നും അറിയാൻ പാടില്ലെങ്കിലും ഈ അനുഭവസാക്ഷി ഇങ്ങനെ പറയും. പിന്നെ അപ്പോൾ ഈ സുവിശേഷ മുന്നേറ്റത്തിന് വലിയൊരു പങ്ക് വഹിക്കാൻ ദൈവം എന്നെ ഉപകരണമാക്കിയതിൽ എനിക്ക് കാഴ്ച പോയത്, എനിക്കിന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇന്നൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം കാഴ്ച ഉണ്ടായിരുന്നു എങ്കിൽ ഈ ജീവൻ്റെ സുവിശേഷം, യേശുവിൻ്റെ സത്യവെളിച്ചമായ വചനം ഈ കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ, താമരശ്ശേരി രൂപതയുടെ പരിധിയിൽപ്പെടുന്ന 2 ജില്ലകൾ, ഈ 2 ജില്ലകളെ കേന്ദ്രീകരിച്ച് ഇതുപോലെ വചനം പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഒരു സ്നേഹ സന്ദേശ യാത്ര ഉദ്ഘാടനം തിരുവാമ്പാടിയിൽ വെച്ച് ഈ 2023 ഒക്ടോബർ മാസം താമരശ്ശേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് പരസ്യമായിട്ട് താമരശ്ശേരി നമ്മുടെ പിതാവ് ഉദ്ഘാടനം ചെയ്തത്. ഈ സന്ദേശം വളരെ പ്രസക്തമായതാണ്. ഈ യാത്രയ്ക്ക് ഫലം ലഭിക്കേണ്ടതാണ്. ഏറെ പ്രത്യേകമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകര യുദ്ധങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന, സാധാരണക്കാർ, പാവപ്പെട്ടവർ മരിച്ചു വീഴുന്ന, യുദ്ധക്കെടുതിയിൽ വിഷമിക്കുന്ന പതിനായിരങ്ങൾ, യുദ്ധം നിർത്തൂ, സ്നേഹത്തിൻ്റെ സന്ദേശം നൽകൂ എന്ന വലിയ ആഹ്വാനമാണ് ഈ യാത്രയുടെ പിന്നിലുള്ളത് എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. മാനിഷാദ, അരുതേ കാട്ടാള എന്ന നിലവിളി, അത് ഈ വചന സന്ദേശത്തിലൂടെ മുഖ്യ പ്രമേയമായി സ്വീകരിച്ചുകൊണ്ടാണ് നേതൃത്വം നൽകുന്നവർ യാത്ര ആരംഭിക്കുക. ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് അങ്ങനത്തെ ഒരു കുറവുകളൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കാതെ ലോകത്തിന് മുമ്പിൽ വചനം പ്രഘോഷിക്കാനുള്ളൊരു വലിയൊരു കാര്യമാണ് അച്ഛൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് 4 മക്കളാണുള്ളത്. 2 ആണും 2 പെണ്ണും. എല്ലാവരും സുവിശേഷം പറയാൻ പോകുമ്പോഴൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാവരും കൊണ്ട് പറ്റി പിന്നെ കൂടെ എല്ലാ കാര്യത്തിനും സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ സത്യവെളിച്ചമായ ദൈവത്തെ വിജാതീയരായ യേശുവിനെ അറിയാത്ത ആളുകളോട് പറയാനായിട്ട് എനിക്ക് ദൈവം അവസരം നൽകിയത് എന്ന് പറയുന്നത് അത് കാഴ്ചയേക്കാൾ വലിയതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് ഇന്ന് കാഴ്ച പോയതിനെക്കുറിച്ച് തെല്ലും ഒരു നിരാശയോ സങ്കടവും ഇല്ലെന്ന് മാത്രമല്ല, അറിയാവുന്നവർക്കറിയാം ഞാൻ കാഴ്ചയുള്ളവനേക്കാൾ ഇന്ന് കരുത്തനാണ്.